രാഹുൽ മാങ്കൂട്ടത്തിനെതിരായുള്ള പരാതികളിലെ എഫ്ഐആറിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ കാര്യം എന്ത് എന്ന് പരിശോധിക്കാം. എഫ്ഐആറിൽ നിലവിൽ രാഹുലിൻ്റെ പേര് മാത്രം ഉൾപ്പെടുത്തിയാണ് ആ എഫ്ഐആർ ഉള്ളത്. രാഹുലിനെ മറ്റാളുകൾ സഹായിച്ചു എന്നതടക്കമുള്ള ചില ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. പക്ഷേ അത്തരം വിവരങ്ങളൊന്നും ഈ എഫ്ഐആറിൽ പറയുന്നില്ല. എഫ്ഐആറിലെ രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ പരിശോധിക്കാം. സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നുള്ളതാണ് ഒരു വകുപ്പ്. അതോടൊപ്പം തന്നെ മറ്റ് വകുപ്പുകൾ മാനസിക പീഡനത്തിന് ഇടയാക്കും വിധം പ്രവർത്തിച്ചു എന്നൊരു കാര്യം കൂടി ഈ എഫ്ഐആറിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നൊരു വിഷയവും അതിനുവേണ്ടിയുള്ള ഭീഷണി നടന്നു എന്നുള്ള കാര്യവും എഫ്ഐആറിനകത്ത് പറയുന്നുണ്ട്. അതോടൊപ്പം ഈ പരാതി എറണാകുളത്ത് ലഭിച്ച ഷിൻഡോ എന്ന് പറയുന്ന ഷിൻഡോ സെബാസ്റ്റ്യൻ്റെ പരാതിയാണ് മുഖ്യ പരാതിയായി കണക്കാക്കിയിരിക്കുന്നത്. ആ പരാതി പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ലഭിച്ച പരാതിയാണ്. അതോടൊപ്പം തന്നെ മറ്റ് പരാതികളുണ്ട്. ആ പരാതികളെല്ലാം ലഭിച്ചിരിക്കുന്നത് ഇമെയിൽ വഴിയാണ്. ഇമെയിൽ വഴി ലഭിച്ച പരാതിയും ഈ മുഖ്യ പരാതിക്കൊപ്പം ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. മറ്റ് പരാതികൾ എന്ന് പറയുമ്പോൾ ആ പരാതികളിൽ വി ഡി സതീശനും അതോടൊപ്പം തന്നെ ഒരു മാധ്യമപ്രവർത്തകയും രാഹുലിനെ സഹായിച്ചു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഒരു പരാതി കൂടി ആ കൂട്ടത്തിലുണ്ട്. അത് ഇമെയിൽ വഴി ലഭിച്ച പരാതിയാണ്. ഈ ലഭിച്ച പരാതികളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആധികാരികമായ ഈ പറയുന്ന ആരോപണത്തിന് ആധികാരികമായ രേഖകൾ ഒന്നും ഈ പരാതിക്കൊപ്പം സമർപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. സ്ക്രീൻഷോട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്ന ചില ശബ്ദ സന്ദേശങ്ങളുമൊക്കെയാണ് ഈ പരാതിക്കൊപ്പം സമർപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഈ പരാതികളിൽ രാഹുലിന് അനുകൂലമായ 2 പരാതി കൂടിയുണ്ട്. രാഹുലിനെ കൊടുക്കാനൊരു ശ്രമം നടന്നിട്ടുണ്ട് എന്നുള്ളത് കാണിച്ചാണ് അങ്ങനെ 2 പരാതി ഉണ്ടായിരിക്കുന്നത്. ആ പരാതിയിൽ ഒരു സ്വകാര്യ ചാനൽ രാഹുലിനെ കൊടുക്കാനായി വ്യാജ തെളിവ് ഉണ്ടാക്കി എന്ന് പറഞ്ഞു വയ്ക്കുന്ന ഒരു പരാതിയുണ്ട്. അതോടൊപ്പം തന്നെ ആ പരാതി നൽകിയിരിക്കുന്നത് ഡോക്ടർ സാറ തോമസ് എന്ന് പറയുന്ന ആളാണ്. ആ പരാതിയിലാണ് രാഹുലിനെ കൊടുക്കാനായി ഒരു സ്ഥാപനം ഒരു ചാനൽ വ്യാജ തെളിവ് നിർമ്മിച്ചു എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സാറ തോമസിൻ്റെ പരാതിക്കൊപ്പം തന്നെ രാഹുലിനെ അനുകൂലിക്കുന്ന രാഹുലിനെ കൊടുക്കാൻ ശ്രമിച്ചു ആ വിഷയം പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള മറ്റൊരു പരാതിയുണ്ട്. ആ പരാതി പറയുന്നത് റിനിക്കെതിരെ ഏറ്റവും ആദ്യം രാഹുലിൻ്റെ പേര് പറയാതെ വെളിപ്പെടുത്തൽ നടത്തിയ ആളാണ് റിനി. അതിനുശേഷമാണ് പിന്നീട് ഈ കോലാഹലങ്ങളെല്ലാം ഉണ്ടാകുന്നത്. പക്ഷേ അതിൽ രാഹുലിൻ്റെ പേര് പറഞ്ഞില്ല. ആ റിനി അത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, അതന്വേഷിക്കണമെന്ന് കാട്ടി ഒരു പരാതിയുണ്ട്. ആ പരാതി നൽകിയിരിക്കുന്നത് ഷിജു പി ജോൺ എന്ന ആളാണ് ആ പരാതി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 10 പരാതികളാണ് ആകെ ഉണ്ടായിരിക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞതുപോലെ രാഹുലിനെ മാത്രം ഉൾപ്പെടുത്തിയാണ് നിലവിൽ ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഈ പരാതിക്കാർ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ നടത്തിയ ആരും പരാതി നൽകാൻ രംഗത്തെത്തിയില്ല എന്നുള്ളത് പോലീസിനെ ഇപ്പോൾ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്.